നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചേർപ്പ് സരസ്വതി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വിജ്ഞാന വിസ്മയങ്ങളിലേക്ക് മത്സര പരിപാടിയുടെ ആദ്യ നറുക്കെടുപ്പ് നടന്നു. +2 സയൻസ് വിദ്യാർത്ഥിയായ NA അഞ്ജനയാണ് ആദ്യ വിജയി. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് വജ്ര ജൂബിലി സഹകരണ സൂപ്പർമാർക്കറ്റിൽ നവീകരിച്ച പച്ചക്കറി വിപണന സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി ഉദ്ഘാടനം ചെയ്തു. പാലപ്പള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. കളിക്കുളത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി. 2 കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് സരസ്വതി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വിജ്ഞാന വിസ്മയങ്ങളിലേക്ക് മത്സര പരിപാടിയുടെ ആദ്യ നറുക്കെടുപ്പ് നടന്നു. +2 സയൻസ് വിദ്യാർത്ഥിയായ NA അഞ്ജനയാണ് ആദ്യ വിജയി. പൊതുവിജ്ഞാനം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 10 ചോദ്യവലികൾ നൽകിക്കൊണ്ടാണ് മത്സരം നടത്തുന്നത്. ശരിയുത്തരങ്ങൾ എഴുതി 7 ദിവസത്തിനകം കോളേജിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത്. ഇവരിൽ നിന്ന് ശരിയുത്തരം എഴുതിയവരെ നറുക്കിട്ടെടുത്താണ് വിജയികളെ കണ്ടെത്തുന്നത്. ഭാവിയില് നിങ്ങൾ ആരാകണം? പലർക്കും പല ആഗ്രഹമുണ്ടാവും ഇല്ലേ? എന്ത് ജോലി കിട്ടാനാണെങ്കിലും നിങ്ങൾക്ക് മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വരും. മത്സര പരീക്ഷകളിൽ നിറഞ്ഞു നിൽക്കുന്നത് GK ആണ്, ജനറൽ നോളജാണ്. പേപ്പർ പോലും വായിക്കാറില്ല നമ്മുടെ കുട്ടികളിപ്പോൾ. അപ്പൊ അത്തരത്തിലുള്ളൊരു തലമുറയാണ് നിങ്ങളുടെ. അപ്പൊ പൊതുവിജ്ഞാനം അറിയേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ബോധ്യപ്പെടുത്തലാണ് സരസ്വതി കോളേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊരു മഹത്തരമായ പദ്ധതിയാണെന്ന് പറയാൻ കാരണം. മക്കള് നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, മറ്റുള്ളവരോട്, എല്ലാ സ്കൂൾ കുട്ടികളോടും, ഇവിടെ ട്യൂഷന് വരാത്ത കുട്ടികളോടടക്കം നിങ്ങൾ പറഞ്ഞ് ഈ അധ്യയന വർഷം മുഴുവനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കൂടുതൽ കുട്ടികളെ ആകർഷിക്കുക. കൂടുതൽ കുട്ടികൾ പൊതുവിജ്ഞാനം അറിയട്ടെ. അത് അറിയേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തലാണ് നമ്മളുടെ ഈ സംരംഭത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മഹത്തരമായ പരിപാടിയാണ്. നിങ്ങൾ സർക്കാർ ഉദ്യോഗം കിട്ടണമെങ്കിലും ഈവൻ സിവിൽ സർവീസിൽ കയറണമെങ്കിൽ പോലും GK വേണം. അപ്പൊ GK പഠിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് വജ്ര ജൂബിലി സഹകരണ സൂപ്പർമാർക്കറ്റിൽ നവീകരിച്ച പച്ചക്കറി വിപണന സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് കൃഷി ഓഫീസർ KP നിവേദിത, ഡയറക്ടർമാരായ പ്രദീപ് വലയങ്കോട്, AS ഉണ്ണികൃഷ്ണൻ, മജീദ് മുത്തുളിയാൽ, ഷാജി കള്ളിയത്ത്, KK രാമൻ, C അനിത, ലത സുരേന്ദ്രൻ, റീജ ജോണി, സെക്രട്ടറി MS രേഖ, V ജോമോൾ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ചേർപ്പ് സഹകരണ ബാങ്ക് എന്നും കൃഷിയിൽ താല്പര്യം എടുത്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. ഇവിടെ നമുക്ക് സഹകരണ ബാങ്കിനോടനുബന്ധിച്ച് മുൻപേ തന്നെ കൃഷി വകുപ്പിന്റെ സഹായങ്ങളില്ലാതെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു പഴം പച്ചക്കറി വിപണന കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്കിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ കർഷകർക്ക് ആവശ്യമായ എല്ലാ ഉൽപാദനോപാധികളും വിതരണം ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ മരുന്നുകളുടെ ഒരു ഡിപ്പോ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാങ്കിന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോൾ കൃഷി വകുപ്പിന്റെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 75% സബ്സിഡിയിൽ ഒരു പഴം പച്ചക്കറി വിപണന കേന്ദ്രം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേർപ്പ് ബ്ലോക്കിന് കീഴിലുള്ള എല്ലാ കർഷകർക്കും ധൈര്യമായി അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകാത്ത വിധത്തിൽ മുഴുവൻ ഇവിടെ സംഭരിക്കാൻ കഴിയുന്നൊരു കേന്ദ്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നാടൻ പച്ചക്കറികളും അതുപോലെ തന്നെ വിഷരഹിത പച്ചക്കറികളും മറ്റു പച്ചക്കറികളെല്ലാം തന്നെയാണ് നമ്മുടെ ഇവിടെ വിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഹോർട്ടികോർപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സഹായം
നമ്മൾ തേടുന്നത്. അവർ കഴിയാവുന്ന സഹായങ്ങളെല്ലാം സാധനങ്ങൾ ഇവിടെ ഇറക്കാമെന്ന് നമുക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി നാടൻ നമ്മുടെ ബാങ്കിൻ്റെ കീഴിലുള്ള നാടൻ കൃഷി മേഖലയിലെ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും ഉപഭോക്താക്കൾക്കും ബാങ്കിലെ അംഗങ്ങൾക്കും നല്ല പച്ചക്കറിയും നാടൻ പച്ചക്കറിയും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ആധുനികരിച്ച ഒരു ഷോറൂം, ഒരു സ്റ്റാൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. പാലപ്പിള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. പുലി ആക്രമിച്ചു കൊന്ന പശുക്കുട്ടിയുടെ ജഡം സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തി. പശുക്കുട്ടിയെ കൊന്നത് പുലിയാണെന്ന് സ്ഥലത്തെത്തിയ വനപാലകർ സ്ഥിരീകരിച്ചു. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് 20 മീറ്റർ മാറിയാണ് പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. ഇവിടെ നിന്ന് 100 മീറ്റർ മാറിയാണ് കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നത്. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ഒരാഴ്ചക്കിടെ 3ാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കാർ യാത്രക്കാർ റോഡിൽ പുലിയെ കണ്ടിരുന്നു. തോട്ടം തൊഴിലാളികളും ആദിവാസികളും തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും വനംവകുപ്പ് അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. തളിക്കുളത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി. 2 കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയത്. മുഖ്യപ്രതിയായ വാടാനപ്പള്ളി പഴയ ചിലങ്ക തിയേറ്ററിന് സമീപം താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ ആഷിഖ് പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന ബംഗാൾ സ്വദേശി 27 വയസ്സുള്ള മൊയ്തുൽ ഷെയ്ഖിനെ കസ്റ്റഡിയിലെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ VG സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് തളിക്കുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത്. കഞ്ചാവ് കടത്തുവാൻ ഉപയോഗിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രക്ഷപ്പെട്ട 1ാം പ്രതി ആഷിഖ് തൃപ്രയാർ തളിക്കുളം വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂർ ഭാഗത്ത് യുവാക്കൾക്കിടയിൽ കഞ്ചാവ് വിപണനം നടത്തുന്ന മുഖ്യ കണ്ണിയാണ്. ഇയാളെ പിടികൂടുന്നതിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് എക്സൈസ് അധികാരികൾ അറിയിച്ചു. അന്വേഷണ സംഘത്തിൽ പ്രിവന്റിംഗ് ഓഫീസർമാരായ PK സുധീരൻ, KR ഹരിദാസ്, ഗ്രേഡ് COമാരായ CK ചന്ദ്രൻ, ML മധു, എക്സൈസ് ഡ്രൈവർ V രാജേഷ് എന്നിവരും ഉണ്ടായിരുന്നു. തൃശൂർ ചെറുതുരുത്തിയിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. സ്ഥലത്ത് പരിശോധന നടത്തിയ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറുതുരുത്തി ഉഴിച്ചിൽ വൈദ്യർ റോഡിന് സമീപമുള്ള അനൂപിന്റെ വീട്ടിലാണ് സംഭവം. 7 പവൻ തൂക്കം വരുന്ന മാലയും വളയും മോതിരങ്ങളും അടങ്ങുന്ന 12 പവനാണ് കളവ് പോയത്. രാവിലെ വീട്ടുകാർ കുട്ടികളെ മദ്രസ പഠനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി വാതിൽ തുറക്കുമ്പോഴാണ് സംഭവം അറിയുന്നത്. മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത്. വീടിന്റെ അലമാര തുറന്ന് അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണുള്ളത്. സംഭവം അറിഞ്ഞയുടൻ വീട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലം പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിന് സമീപം വീടിന് മുകളിൽ മാവിൻ കൊമ്പൊടിഞ്ഞു വീണ വീട് ഭാഗികമായി തകർന്നു. ചാണാടിക്കൽ ശിവരാമന്റെ വീടാണ് തകർന്നത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് കനത്ത കാറ്റും മഴ ഉണ്ടായത്. സംഭവ സമയം വീടിനകത്ത് ആളുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരിഞ്ഞനം ചക്രപ്പാടത്ത് കനത്ത കാറ്റിൽ തെങ്ങൊടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ഇടിമിന്നലിൽ നിരവധി വീടുകളിൽ വൈദ്യുതി ഉപകരണങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. ഏങ്ങണ്ടിയൂർ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃത്തല്ലൂർ സർക്കാർ ആശുപത്രിയിൽ സൗജന്യ ഉച്ചഭക്ഷണ വിതരണം 5ാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ വാർഷികാഘോഷം മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. 5 വർഷമായി നമ്മുടെ ഈ ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്ക് കൃത്യമായി ദിവസം മുടങ്ങാതെ നല്ല ഭക്ഷണം എത്തിച്ചുകൊണ്ട് നടത്താൻ നമുക്ക് തയ്യാറാകുന്ന കോമ്പഡേഷൻ ഉണ്ട്. ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു മഹത്തരമായ പ്രവർത്തനമാണ് ഈ കെയർ എന്ന് പറയുന്ന സംഘടന സമീപിക്കുന്നത്. അഥവാ കിടപ്പ് രോഗികളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അടിക്കടി കെയർ കൊടുത്തുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി മുല്ലശ്ശേരിയിൽ നമ്മുടെ തന്നെയുള്ള മുല്ലശ്ശേരിയിലെ കൂടുതൽ ആശുപത്രിയിലും
പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. ട്രസ്റ്റ് പ്രസിഡന്റ് KV അശോകൻ അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂർ ഭരണഘടനാ സംരക്ഷണ സമിതി നൽകിയ ധനസഹായം തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ്, KK ശ്രീരാജൻ, VP ലത്തീഫ് ഹാജി, സുനിൽ കാര്യാട്ട് എന്നിവരിൽ നിന്ന് ഏറ്റുവാങ്ങി. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, KC പ്രസാദ്, AM സിബു, CM നൌഷാദ്, സന്തോഷ് പണിശ്ശേരി, ജോൺ പുലിക്കോട്ടിൽ, ഗൾഫ് പാർക്ക് ബാബു, രതി മോഹനൻ എന്നിവർ സംസാരിച്ചു. എല്ലാ വിഷയങ്ങൾക്കും ഒരു ഉത്തരം കണ്ടെത്തുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രാഷ്ട്രീയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വെളിച്ചെത്തി കൊണ്ടുപോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യം. എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യ പങ്കാളിത്തം നൽകിക്കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനകൾ നമ്മുടെ പ്രദേശത്ത് അപൂർവങ്ങളിൽ അപൂർവമാണ്. എന്റേത് അല്ലെങ്കിൽ എന്റേത് ഞങ്ങളത് എന്ന് പറയുന്ന രീതിയിലേക്കാണ് പലതും മാറുന്നത്. ആ സമയത്താണ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അഭിപ്രായങ്ങളും ഒന്നാക്കിക്കൊണ്ട് ഈ നാടിന്റെ സന്തോഷവും ദുഃഖവും വരുമ്പോൾ അതിലെല്ലാം പങ്കാളികളായിട്ട് കൂടിച്ചേരുന്ന ഒരു മഹത്തായ സംഘടനയായിട്ട് കയറുമാറുകയാണ്. ദേവസ്ഥാനം ശതദിന നൃത്തോത്സവത്തിൽ ശങ്കരാചാര്യ ശിവാഷ്ടകം മോഹിനിയാട്ടം ശ്രദ്ധേയമായി. നർത്തകി ശ്രീലക്ഷ്മിയാണ് മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. ഗുരു ആരതിയുടെയും ഗുരു കലാമണ്ഡലം പ്രിയ ആനന്ദിന്റെയും ശിഷ്യരായ 14 പരം നർത്തകിമാർ തങ്ങളുടെ വിവിധങ്ങളായ നൃത്തങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. RLV കീർത്തനയും സംഘവും ഭാരതാഞ്ജലി അവതരിപ്പിച്ചു. പുനലൂർ ശ്രീകലാലയത്തിലെ വിദ്യാർത്ഥികൾ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് പെരിങ്ങോട്ടുകര അരുണോദയം അവതരിപ്പിച്ച തിരുവാതിരകളിയും ഉണ്ടായിരുന്നു. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. വഴിയിൽ നിന്ന് കിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് കൈമാറി മാതൃകയായി രേണുക റിച്ചു. അന്തിക്കാട് നിന്ന് പുത്തൻ പീടികയിലേക്ക് വരുന്നതിനിടയിലാണ് KK മേനോൻ ഷെഡിന് സമീപത്തായി റോഡിൽ നിന്ന് പേഴ്സ് കിട്ടിയത്. പണവും ഇന്ത്യയിലെയും വിദേശത്തെയും ഡ്രൈവിംഗ് ലൈസൻസുകളും മറ്റ് രേഖകളും പേഴ്സിലുണ്ടായിരുന്നു. കിഴക്കുമുറി രേണുക റിജു കണക്കത്രയ്ക്കാണ് പേഴ്സ് കിട്ടിയത്. തുടർന്ന് താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ ആന്റോത്തറയിന് വിവരമറിയിക്കുകയും പുത്തൻപീടിക വള്ളൂർ സ്വദേശി തട്ടിൽ ഡിവിൻ സുന്ദറിന്റേതായിരുന്നു പേഴ്സ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. AR റോഡ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ച് ഉടമയ്ക്ക് പേഴ്സ് മെമ്പർ ആന്റോത്തറയൻ, ഉണ്ണി നായർ ഇരിക്കിയിൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ റിജു കണക്കത്ര കൈമാറി. ഞങ്ങൾ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരായിരുന്നു ഷോപ്പിൽ. അപ്പൊ ആ സമയത്ത് എടുക്കണത് അപ്പൊ വണ്ടി തിരിച്ചു എന്നിട്ട് സാധനം എടുക്കുക. അപ്പഴത്തേക്ക് 2 പിള്ളേർ വരുന്നുണ്ടായിരുന്നു. ആ പിള്ളേർ ഞങ്ങളുടെ വെച്ചിട്ട് സാധനം ഉണ്ട്. അപ്പൊ ബാഗ് എടുത്തു തന്നു. അപ്പൊ ഞങ്ങൾ അവിടെ വെച്ച് കുറച്ച് ഡീറ്റെയിൽ നോക്കി. അപ്പൊ പുത്തമ്പടിയെന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു, ഞങ്ങളെ മെമ്പറെ അറിയിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളത് തന്നെയാണ്. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ ആലങ്ങാട് കിണറ്റിൽ വീണ് 2 കാട്ടുപന്നികൾ ചത്തു. ആലങ്ങാട് മണ്ടത്തറ രാജന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് പന്നികൾ വീണത്. പുലർച്ചെ 2 പന്നികൾ രാജന്റെ വീട്ടുമുറ്റത്തെത്തിയിരുന്നു. പിന്നീടാണ് ഇവയെ കിണറിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃക്കൂർ പഞ്ചായത്ത് അധികൃതരും വനപാലകരും നാട്ടുകാരും ചേർന്ന് കരക്ക് കയറ്റിയ പന്നികളെ കുഴിച്ചുമൂടി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, സലീഷ് ചെമ്പാറ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാബു, വാച്ചർമാരായ സുനിൽ, ഷാജു, മനോഹരൻ എന്നിവർ സ്ഥലത്തെത്തി. വടക്കാഞ്ചേരി എങ്കക്കാട് 256 മില്ലിഗ്രാം ബ്രൗൺ ഷുഗറുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. ആസാം സ്വദേശി അനാറുൾ ഇസ്ലാമാണ് പിടിയിലായത്. എക്സൈസ് ഇന്റലിജൻസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത്. പൂച്ചനിപ്പാടത്തിനും ആറാട്ടുപുഴ ക്ഷേത്രം കവാടത്തിനുമിടയിൽ ബൈക്ക് യാത്രക്കിടെ റെഡ്മി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ TK ബാബു, പെരിഞ്ചേരി 7992212798 എന്ന നമ്പറിൽ അറിയിക്കുക. പെരുമ്പലിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ദ്വാദശി ഊട്ട് മെയ് 20 തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 11-ന് പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8993703399 9633531374 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക.
സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് സരസ്വതി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വിജ്ഞാന വിസ്മയങ്ങളിലേക്ക് മത്സര പരിപാടിയുടെ ആദ്യ നറുക്കെടുപ്പ് നടന്നു. +2 സയൻസ് വിദ്യാർത്ഥിയായ NA അഞ്ജനയാണ് ആദ്യ വിജയി. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് വജ്ര ജൂബിലി സഹകരണ സൂപ്പർ മാർക്കറ്റിൽ നവീകരിച്ച പച്ചക്കറി വിപണന സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി ഉദ്ഘാടനം ചെയ്തു. പാലപ്പള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. തളിക്കുളത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി. 2 കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.